ലവ്ലി മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D പടം. മലയാളത്തിൽ എന്ന് പറഞ്ഞ് കൊച്ചാക്കിയെന്ന് വേണ്ട, ലോകത്തിൽ തന്നെ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു വേറെ 3D പടം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമുക്ക് 3D ഗ്ലാസ് വെച്ച് 2D ഫിലിം കാണാൻ പറ്റും. 3D ഗ്ലാസ് വയ്ക്കുന്നു, നമ്മൾ കാണുന്നു 2D ഫിലിം. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? എന്റെ മോനെ, എന്തോന്നല്ല ഞാൻ കണ്ടത്. ഞാൻ ഈ പടം എന്തിന് കണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട ഒരു സിനിമയാണ്. ട്രെയിലറിൽ കാണുമ്പം കുറച്ച് ഫാന്റസി എലമെന്റ്സ് ഉള്ള കുറെ അടിപൊളി ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഈ വിഷ്വൽസ് ഒക്കെ തന്നെ സിനിമയിലും ഉള്ളൂ. ഇത്രയും വിഷ്വൽസ് സിനിമയിൽ കുറച്ചെങ്കിലും വിഷ്വലി ബ്യൂട്ടിഫുൾ എന്ന് പറയാനുള്ളൂ. എന്തിനോ വേണ്ടി എടുത്തൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ പറയാറില്ലേ, അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട്, വന്നിട്ടില്ല. ഇതിൽ അവരൊന്നും ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സ്റ്റോറിയിലോ സ്ക്രീൻ പ്ലേയിലോ ക്യാരക്ടർ ബിൽഡിങ്ങിലോ വേൾഡ് ബിൽഡിങ്ങിലോ ഒന്നിലും അവർ ഫോക്കസ് ചെയ്തിട്ടില്ലാത്ത പോലെ വെറും അലക്ഷ്യമായിട്ട് എടുത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നെ 3Dയുടെ കാര്യം, ഒരു ആവശ്യമില്ലാത്തൊരു 3D. സത്യത്തിൽ 2Dയിൽ ഷൂട്ട് ചെയ്ത ഫിലിമാണ്, കൺവേർട്ട് ചെയ്ത സിനിമയാണ്. നമ്മൾ കൺവേർട്ട് ചെയ്ത പല സിനിമകളും കണ്ടിട്ടുണ്ട്. ഓക്കെ, അതും 3D ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് തരുമായിരുന്നു. പക്ഷെ ഇതിലെ ഒരു ഹൈബ്രിഡ് 3D ആണ്. ഈച്ച വരുന്ന പോർഷനിൽ മാത്രമാണ് 3D ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈച്ച വരുമ്പോൾ പോലും ആ ഒരു 3D എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇതിനാകെ കൊള്ളാൻ തോന്നിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന്റെ സോങ്സ്. ആകെപ്പോൾ 2 സോങ്സ് എന്തോ ഉള്ളൂ. ഈ 2 സോങ്സും അടിപൊളിയാണ് കേട്ടോ. സോങ്സ് അടിപൊളിയാണ്. പക്ഷെ ഇതിനവർ വെറുപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ 2 സോങ്ങിനെ എടുത്ത് ആദ്യം തൊട്ട് അവസാനം വരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയും സോങ് ആയും ഓരോ ക്യാരക്ടർ എൻട്രി ആയും എല്ലായിടത്തും ഇവർ ഇത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കേട്ട് വെറുത്ത ഒരു ഫീലാണ് എനിക്ക് വന്നത്. പക്ഷെ സോങ്സ് രക്ഷയില്ല കേട്ടോ. വിഷയ സോങ്സ് കേൾക്കാൻ തന്നെ ആ ഒരു ഫീലിലാണ് ട്രെയിലർ ഇറക്കിയതും ആ ഒരു ഫീലിലാണ് കുറച്ചുപേരെങ്കിലും കാണാൻ വന്നത് സോങ്സിന്റെ ഒരു കാര്യത്തിൽ. പിന്നെ വിഷ്വൽസിൽ എടുത്ത ലൊക്കേഷൻ, ക്യാമറ വർക്കൊന്നും എനിക്ക് അത്ര എക്സ്ട്രാ ഓർഡിനറി ആണെന്നൊന്നും തോന്നിയില്ല. പക്ഷെ ആ എടുത്തിരിക്കുന്ന ലൊക്കേഷൻ, അത് ഏത് സ്ഥലമാണ് എനിക്ക് പോകാൻ തോന്നുന്ന ആഗ്രഹം. ഒരു അടിപൊളി സ്ഥലം. നിങ്ങൾക്ക് ഇൻസ്റ്റാ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് ഇതുപോലത്തെ ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കും. പക്ഷെ അത് അത്രയും കിട്ടില്ല സ്ഥലമോടെ. വിഷയ സ്ഥലങ്ങൾ, ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ ബാക്കി ഈ പറഞ്ഞ 2 കാര്യങ്ങളും അല്ലാതെ ബാക്കി എല്ലാം ഫ്ലോപ്പ്. സ്റ്റോറി ഇല്ല, സ്ക്രീൻ പ്ലേ ഇല്ല, ക്യാരക്ടർ ബിൽഡിംഗ് ഇല്ല, ഒരു ഇമോഷൻ ഇല്ല, ഡ്രാമ ഇല്ല, കോമഡി ഇല്ല, ത്രില്ലർ ഇല്ല, മിസ്റ്ററി ഇല്ല, ഒരു തേങ്ങയില്ല. ഫാന്റസി മൂവി എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ നമ്മൾ ഈച്ചയൊക്കെ വരുമ്പം നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ കുട്ടികളെ സിനിമയാണ്, കുട്ടിയൊക്കെ കാണാന്ന് പറയും. പക്ഷെ ഇത് അതും ഇല്ലടേ, ഇത് കുട്ടികളെ സിനിമയല്ല. ഈച്ച ആകപ്പെട്ട 2-3 സീനിലും കണ്ട വരുന്നുള്ളൂ. അത് വരുന്നു, എന്തൊക്കെ കാണിക്കുന്നു, പോകുന്നു. ഈച്ചയെ വെച്ചിട്ട് ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഒരു പ്ലാൻ ചെയ്തത്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഒരു ഇമോഷനോ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. സിനിമ തുടങ്ങുന്നു, അത് തൊട്ട് തീരുന്നവരെ ബോറിംഗ് ആണ്. ഒരു ഹൈ മൊമെന്റ് പോയിട്ട് ഏറ്റക്കുറച്ചിൽ പോലും ഇല്ല. ഒരേ ലെവലിൽ ബോറടിപ്പിക്കലാണ്. ഫസ്റ്റ് ഹാഫില് കഥ തുടങ്ങുന്നത് ഒരു 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 വൃത്തികെട്ട കഥ നമ്മൾ പറയൂലേ, ഒരു തീട്ട കേസ് എന്ന് പറയൂലേ, അതുപോലത്തെ ഒരു കഥയാണത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ മൊത്തം വെറുപ്പിക്കുന്ന സീൻസ്. നമുക്കിങ്ങനെ ഡിസ്കസ്റ്റിംഗ് ഫീല് വരും, ഒരു ഡിസ്കസ്റ്റിംഗ് ഫീല്. അതുപോലെയാണ് സെക്കൻഡ് ഹാഫ് കൊണ്ട് നിർത്തിയത്. പിന്നെ പുള്ളി സെക്കൻഡ് ഹാഫും കൂടെ പ്ലാൻ ചെയ്ത് ഒരു ഫിലിം സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവരിത് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ കുറച്ച് ക്യാരക്ടർ ബിൽഡിംഗ് എങ്കിലും ഇവർ നടത്തണമായിരുന്നു. ഒരു ക്യാരക്ടറിനെ അവർ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഒരു ക്യാരക്ടറിന് ഒരു പ്രോപ്പർ സ്റ്റോറി ആർക്കില്ല. ലൈക്ക് സ്റ്റോറി ആർക്ക് എന്ന് പറയുമ്പോൾ ആനിമയൊന്നും അല്ല, ലൈക്ക് എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി വേണ്ടേ നമുക്ക് ക്യാരക്ടേഴ്സിന്, എന്നല്ലേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരാളുമായിട്ട് ഒരു ക്യാരക്ടറുമായിട്ട് കണക്ഷൻ വരുന്നില്ല. വെറുതെ വരുന്നു, ഒരു ഫണ്ണിന് വേണ്ടി ഈച്ച എന്ന ഒരു സാധനം കൊണ്ടുവരുന്നു, ഒരു 3 സീന് വരുന്നു, തീരുന്നു. അതിനിടയ്ക്ക് ഈ മാത്യു തോമസ് കിടന്ന് കാണിക്കുന്ന എന്തുവാണ് ഇത്? പുള്ളി ഓക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഈ ഈച്ച എന്ന് പറഞ്ഞ് സങ്കല്പിച്ച് അഭിനയിച്ചിട്ടുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ ആ ഒരു ട്രെയിലറിൽ കണ്ടതുപോലെ ഈ ജയിലിനകത്ത് കിടക്കുന്ന ഒരു സീനില്ലേ, ആ ഒരു സീന് മാത്രമാണ് ഈ ഈച്ചയും മാത്യു തോമസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീന് കൊള്ളാവുന്നത്. പക്ഷെ ആ ഒരു സീനില് ആ പാത്രം എടുത്ത് അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ ട്രെയിലറിൽ, ആ അടിയിലങ്ങ് ഈച്ച ചത്താമതി എന്നൊക്കെ എനിക്ക് തോന്നി. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു കേട്ടോ സിനിമ, ഭയങ്കര വെറുപ്പിക്കല്. ഒരു രീതിയിലും ഒരാൾക്കും എനിക്ക് തോന്നുന്നില്ല എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന്. എങ്ങനെ ഒരു സിനിമ ബോറാക്കാം, അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഒരു സിനിമ. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി, ഈ സ്റ്റോറിയുടെ മെയിൻ 2 കഥാപാത്രങ്ങളുണ്ട്. ഈ സ്റ്റോറിയുടെ മെയിൻ കഥാപാത്രങ്ങളാണ് 2 പേര്. ഇതിനൊക്കെ 2 കൈ കിട്ടി ഇടിച്ച് 2 ഉണ്ടേ, ഒരു ഷൈമോനും ഗ്രേസും. പേര് പോലെ തന്നെ പുള്ളിക്കാരന് ഭയങ്കര ഷൈ ആണ്. അത് വെച്ചിട്ടാണ് ഈ കഥ ഇങ്ങനെ പോകുന്നത്. പക്ഷെ എന്ത് കഥ അത്? ഈ മൂവിയുടെ ഡയറക്ടർ ദിലീഷ് കരുണാകരനാണ്. പുള്ളിയാണ് സോൾട്ട് ആൻഡ് പെപ്പർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിലുള്ള കുറച്ച് സീനുകളും കുറച്ച് കാര്യങ്ങളും അനാവശ്യമായിട്ട് ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള എനിക്ക് തോന്നി. കാര്യം ആ ഫുഡിനെ എവിടെയൊക്കെയോ ഒരു ആവശ്യമില്ലാത്ത ഫുഡിന്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരും, സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഒരു റെഫറൻസ് പോലെയാണ് ഇരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് വയ്യടെ ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. ഒരു 5% പേർക്ക് ഇഷ്ടപ്പെട്ടാണ്,
അവരെന്തായാലും താഴെ വന്ന് എന്തെങ്കിലുമൊക്കെ പറ. സത്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പം ഈ സിനിമ എന്താണ് ഉദ്ദേശിച്ചത്, ഈ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്തിനാണ് ഇവരൊക്കെ വന്നത് ഇതിനകത്ത്, ഈ സീനൊക്കെ എന്തിനെടുത്ത് എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. വീക്കിലി മൂവി റൂമേഴ്സും ആനിമേസും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് അനു.